ശവലായതുകൊണ്ട് കനമൊന്നും അധികം ഇല്ലല്ലോ. ഇത് കഴുകിനിടാൻ വേണ്ടിയിട്ട് ഈ ശവലെല്ലാം പാരുന്നത്. ഈ കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പാരുന്നുമില്ല. ഇത് മഴ വന്നാൽ പറ്റ ഈ ഓളിയിൽ പോവും. ഇത് വീഡിയോയിൽ കൂറ്റിയേക്കുന്നതായിട്ട് ഞാൻ നല്ല ഇങ്ങനെ ആക്കുന്നത്. ഇത് നല്ല വളം പൊടി പൊടിയായിട്ട്. ഇനി തോലൊന്നും ഇടണ്ട മഴക്കാലത്ത്. കഴുകിയുടെ അടുത്ത് തന്നെ ഈ റബ്ബറിന് തായില്ല പച്ച കാണുന്ന തന്നെ. അതിന് കൊണ്ടിടാറിഞ്ഞിട്ട് ഞാനിപ്പോ പാരുന്നത്. അമ്മ ചവല വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അമ്മേനെ കുറച്ച് സഹായിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് ഞാനാക്കാം. അമ്മ അറിഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു നീ നല്ലോണം കുടിക്ക പറഞ്ഞു. അടന്നേ ഇല്ല ചവല. നല്ല ഭയങ്കര ഉണ്ട് ഇത്. ഇതിപ്പോ ഇത് റോഡല്ലേ, വണ്ടി പോയി പോയി അത് അമർന്നിന് നല്ലോണം പൊടിയും പറന്ന്. പിന്നെ എന്തായിരുന്നാലും പകുതി കിടക്കുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ എല്ലാം കൂടി എടുക്കാറുണ്ട്. ഇത് കോല്. ഈ കോലില് ഇങ്ങനെ വലിച്ച വരുന്നു, അത്രേ ഉള്ളൂ. എളുപ്പപ്പണി തന്നെ. അല്ലെങ്കിൽ ഇത് ഭാരിയിട്ടെങ്കിൽ മഴ വരുന്ന സമയത്ത് എല്ലാം ഒലിച്ചിട്ട് പോകും. പിന്നെ വെള്ളം പോകുന്ന ഓളിയുണ്ട്, ആ ഓളിയ അടിയും. ഓളിയ അടഞ്ഞെങ്കിൽ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാവും. വെള്ളമെല്ലാം തൊയ്യുന്ന പോലെ നല്ല ഈണത്തിൽ ഇങ്ങനെ ആക്കിയാൽ മതി. ഇനി അമ്മ ഇതിനെ ചാക്കിലേക്ക് വാരും. ഇത് കവുങ്ങിന് നല്ല വളം തന്നെയത്. ഇത് പ്ലാവിൻ്റെ ചപ്പിലയുണ്ട്, മഹാഗണിയുണ്ട്, പിന്നെ ഏതെല്ലാം ഉണ്ടമ്മേ? ചെമ്പരത്തി ഉണ്ട്. ഈ ചെമ്പരത്തി എല്ലാം റോഡിലേക്ക് ഇതായിട്ടുണ്ട്. ഇതിനെല്ലാം കൊത്തിയിട്ട് തന്നെ ആദ്യം നടാനുണ്ട്. ഇത് മഴ വരുമ്പോ കൊത്താൻ വേണ്ടി നിൽക്കുന്നത്. ഇനി ചവലേരെ കൂറ്റി വെക്കും. ഞാൻ ചാക്കിൽ നിറച്ചിട്ട് നിങ്ങൾ കാണിക്കാം. ഈ ചാക്കിൽ നിറഞ്ഞു. ഞാൻ ഇതിനെ കൊണ്ടിട്ടിട്ട് വരുന്നു. ചവലായതുകൊണ്ട് കനമൊന്നും അധികം ഇല്ലല്ലോ. നിങ്ങൾക്ക് തോന്നും മോനെന്താ പൊറപ്പിക്കാതെന്ന്. മോൻ കുറച്ച് ചവല കൂട്ടിയില്ല, അത് മതി. നല്ല ബയ്യെല്ലാം ഉണ്ട്. പിന്നെ എന്താക്കണം? നല്ല പാടുണ്ട്. വീഴൊന്നും ചെയ്യില്ല. ചക്കയും കൊണ്ടും വരാം, ചവലയും കൊണ്ടുവരാം. ഇത് ചെറിയതല്ലേ, ഇതിന് കുറച്ച് മതി. കുറച്ചിലെ വെള്ളം കുറഞ്ഞു. ഇപ്പൊ ബോട്ട വെള്ളം ഇല്ല. ഇത് തണുപ്പിന് വേണ്ടിയിട്ട് ഇടുന്നേ. അമ്മയും ഞാൻ ഊത്തിയിട്ട് ഈടയില്ലേ ഏകദേശം വൃത്തിയാക്കി. ഇതാ ഇങ്ങനെ ചിലതാടെ തന്നെ വിട്ടു. ഓരോരു കോലെല്ലാം ഇല്ലത് അതെടുത്തിട്ടേ ഇല്ല. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കയറുന്നേ ഇല്ല. അതാടെ തന്നെ നിൽക്കട്ടെ. ഇനി മഴക്കാലം വരും നിറച്ചും മണ്ണിരയും അതേപോലെ തന്നെ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഇങ്ങനെയുള്ള ഇലകൾ നന്നായി സഹായിക്കും. അവിടുന്ന് വരുന്ന വെള്ളം അങ്ങനെ ഒഴുകിയിട്ട് വരില്ല. ഓരോ കെട്ടുകെട്ടാക്കിയിട്ടുണ്ട്. ആ കെട്ടുകെട്ടിൽ വെള്ളം ഇറങ്ങി വരും. ഇതിന് താഴെ നമ്മളെ കുളവും ബോർവെലും നേരെ ഇതിന് താഴെ. അപ്പം ആടത്തേക്കുള്ള വെള്ളത്തിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും. ഓളിയാന്ന് ആ ഓളിയ ഇല വീണിട്ട് തിരിയുന്നേ ഇല്ല. ഏകദേശം പറ്റുന്നതെല്ലാം നമ്മ ചവല ചില്ലി എടുത്തു. അമ്മ അത് അടച്ചിടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടി ഉച്ചയാവാനായി. അമ്മ വനത്തും തോന്നുന്നു. ഇനി നമുക്ക് ഇത്രയേ ഈ ഒരു 2 കൂട്ടവും കൂടി കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു അല്ലേ മേ? ഇത് വേനൽ മഴ വന്നാൽ ഭാര്യം കയ്യ. ഇതിന്റെ അടിയിൽ തേളെല്ലാം കൂടും. പിന്നെ മഴത്തേറ്റ ഒഴിയിട്ട് പോകും. അങ്ങനെ ഇന്ന് വാരുന്നത്. ഇത് രണ്ടേ ഇല്ലു ഇനി ഭാര്യ. ഈ ചവല ഇപ്പൊ വരുമ്പോഴും ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് ഭാര്യയിട്ട് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഭാര്യ കൂട്ടണം. ഇപ്പൊ ഞാൻ ഭാര്യ കൂട്ടിയത് ഇതെന്താ പറഞ്ഞാൽ അതിന്റെ അടിയിൽ എന്തെങ്കിലും കരിങ്ങന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഉണ്ടാകാം. ഇവിടെ നമ്മൾ ഇവിടെ ഭാര്യയത് ഇതിന്റെ അടി ഒന്നും ആക്കുന്നില്ല. ചിലപ്പോൾ അതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പൊ നമ്മൾ ആടുന്നതിന് ഭാര്യ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ കടി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ അടിയിൽ ഒന്നും ഇല്ല നമ്മൾ ഉറപ്പുവരുത്തി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു സേഫാണ്.
അമ്മ പണിയെടുക്കുന്ന കണ്ടിട്ട് പാവം തോന്നിയിട്ട് ഞാനും കൂടിയത്. ഇപ്പൊ പണി പറ്റ എന്റെ പെരടിക്കായി. ഞാൻ 4-5 വട്ടം കൊണ്ടുവിട്ടു. അമ്മ രാവിലെ വന്നത് അതെന്തോ ഉറുമ്പ് കടിച്ചതിന് തോന്നുന്നു. പറ്റയിലെ ചൊറിഞ്ഞ് കയ്യേം തിരിയുന്നില്ല. അതിൽ ഒന്നാകെ പൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം കാണും നിങ്ങൾക്ക്. എന്തായാലും ഇനി 2 വട്ടം കൊണ്ടുവിട്ടെങ്കിൽ നമ്മളെ കവുങ്ങിനെ കൊണ്ടിട്ടായി. അല്ലെങ്കിൽ മഴ വന്നെങ്കിൽ പിന്നെ കിട്ടുകയും ചെയ്യില്ല. എല്ലാം ഒയ്യിട്ട് പോവുകയും ചെയ്യും. പിന്നെ അടിയിൽ തേള് കൂടും. തേള് കൂടിയെങ്കിൽ നമുക്ക് ഇത്ര ധൈര്യത്തോടെ എടുക്കാൻ കഴിയ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പിടിക്കും, അമ്മ വന്നിട്ട് നോർക്കും. ഇപ്പൊ അമ്മ വീഡിയോ എടുക്കുന്നോണ്ട് പിന്നെ ഒറ്റയ്ക്ക് തന്നെ എടുക്കേണ്ടി വരും. അതുപോലെ എല്ലാം ഇട്ടിട്ടായി. നിങ്ങൾക്ക് തോന്നുന്നു ഇത് എന്തിങ്ങനെ പുല്ലേന്ന്. ഇത് ചാണം കൊണ്ടുവരുന്ന വീട്ടുകാർക്ക് ഈ പുല്ല് കൊടുക്കുന്നത്. ഇപ്പൊ കുറെ ആയി ചാണം കൊണ്ടുവരാതെ. അടുത്ത വീഡിയോയിൽ ഈ പുല്ല് ഒരുക്കുന്നതിൽ ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടുതരാം. ചവല വാരിയിട്ടായി. രാവിലെ ഞങ്ങൾ വന്നത്, ഇന്ന് തീർന്നു. ഇത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.